ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ ഡെക്കറേഷൻസും വളരെ ഈസി ആയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ ആണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml അളവിലുള്ള കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഈ കേക്കിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കൊക്കോ പൗഡറും അതുപോലെ ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഞാൻ ഈ കേക്കിലേക്ക് 4 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 5 മുട്ടയൊക്കെ എടുക്കണം. അതുപോലെ മുട്ട എപ്പോഴും കേക്കിൽ ചേർക്കുമ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആ ചോക്ലേറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ മുട്ടയുടെ മണമൊന്നും ഈ കേക്കിൽ അറിയേയില്ല. അതുകൊണ്ടാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ചോക്ലേറ്റ് എസൻസ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിനി ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെയായിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് ഹൈ സ്പീഡിലിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഈ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഓയിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഇനി ഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലോർ ചേർത്തിട്ട് എപ്പോഴും ഓവർ ബീറ്റ് ചെയ്യരുത്. ഇത് സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഫി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കോഫിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പക്ഷെ കോഫി ചേർക്കുമ്പോൾ ഈ ചോക്ലേറ്റ് കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് സ്പാച്ചുല വെച്ചിട്ട്. 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഓവൻ ഇല്ലാതെ ഞാൻ കുറേ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി.
180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഒരു കാരമൽ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാരമൽ സോസിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്ക്യൂവർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് തണുത്തിട്ട് വേണം ഐസിങ് ചെയ്യാൻ. തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്ക് വെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി ചേർക്കാം. ഒരു കോഫി സിറപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തിട്ടാണ് കേക്കിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇനി ഇതിലായിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 1.5 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പൊക്കെ ക്രീം മതിയാവും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ക്രീമിലേക്ക്, വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ഒന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓവർ ബീറ്റ് ചെയ്യുമ്പോഴാണ് പിരിഞ്ഞു പോകുന്നത്. ഈ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയ കോഫി സിറപ്പ് നന്നായിട്ട് തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലായിടത്തും ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ക്രീം മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഈ സൈഡിൽ ബാക്കി വന്നിട്ടുള്ള ക്രീമാണ് ഇങ്ങനെ ക്രം കോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ 2 പീസ് വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തതാണ്. ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം കൊണ്ട് എല്ലായിടത്തും നല്ലതുപോലെ ഐസിങ് ചെയ്തെടുക്കാം.
കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാറിൻ്റെ നോസിലിൽ ഇട്ട ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ മുകളിൽ ഞാൻ കാരമൽ സോസ് ഒഴിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചോക്ലേറ്റ് ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് കാരമൽ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരവരുടെ ഇഷ്ടാനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് കേക്കിൽ കാരമൽ സോസ് ഒരു പ്രത്യേക നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ബോർഡറും കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.